സ്വയം വികസിപ്പിക്കുന്നു, മനുഷ്യന്റെ നിയന്ത്രണം നഷ്ടമാകുമെന്ന് മുന്നറിയിപ്പ്. മനുഷ്യന്റെ സഹായമില്ലാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്വയം പുനർനിർമ്മിക്കാനും അതിന്റെ അടുത്ത തലമുറയെ വികസിപ്പിക്കാനും സാധിക്കുമെന്ന വെളിപ്പെടുത്തലുകളുമായി പ്രമുഖ കമ്പനിയായ ആന്ത്രോപിക് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ടെക്നിക്കൽ ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പ്രശസ്ത മോഡലായ ക്ലോഡിന്റെ നിർമ്മാതാക്കളാണ് ആന്ത്രോപിക് സിസ്റ്റങ്ങൾ പൂർണ്ണമായും സ്വയം മെച്ചപ്പെടുത്തുന്ന റിക്കോർഡീവ് സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്ന ഘട്ടം മേലുള്ള മനുഷ്യന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്നും കമ്പനി മുന്നറിയിപ്പ് നൽകുന്നു. 2026 മെയ് മാസത്തെ കണക്കനുസരിച്ച് ആന്ത്രോപിക്കിന്റെ മാസ്റ്റർ സോഫ്റ്റ്വെയർ കോഡുകളിൽ 80% എഴുതിയിരിക്കുന്നത് മനുഷ്യരല്ല, മറിച്ച് അവരുടെ മോഡലായ ക്ലോഡ് തന്നെയാണ്. ആവശ്യത്തിന് കമ്പ്യൂട്ടിംഗ് പവർ ലഭിച്ചാൽ മനുഷ്യന്റെ യാതൊരു ഇടപെടലുമില്ലാതെ സ്വന്തം പിൻഗാമിയെ സ്വയം രൂപകൽപ്പന ചെയ്യാനും വികസിപ്പിക്കാനും സാധിക്കുമെന്നതിന് വ്യക്തമായ സൂചനയാണിത്. സ്വയം കോഡ് എഴുതുമ്പോൾ വെല്ലുവിളി അതിന്റെ ശേഷി കൂട്ടലല്ല, മറിച്ച് അതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതാണെന്ന് ഫ്യൂച്ചർ ഷിഫ്റ്റ് ലാബ്സ് ഫൗണ്ടർ സാഗർ വിഷ്ണോയ് പറഞ്ഞു. മനുഷ്യന്റെ സഹായമില്ലാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്വയം പുനർനിർമ്മിക്കാനും അതിന്റെ അടുത്ത തലമുറയെ വികസിപ്പിക്കാനും സാധിക്കുമെന്ന വെളിപ്പെടുത്തലുകളുമായി പ്രമുഖ കമ്പനിയായ ആന്ത്രോപിക് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ടെക്നിക്കൽ ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പ്രശസ്ത മോഡലായ ക്ലോഡിന്റെ നിർമ്മാതാക്കളാണ് ആന്ത്രോപിക് സിസ്റ്റങ്ങൾ പൂർണ്ണമായും സ്വയം മെച്ചപ്പെടുത്തുന്ന റിക്കോർഡീവ് സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്ന ഘട്ടം മേലുള്ള മനുഷ്യന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്നും കമ്പനി മുന്നറിയിപ്പ് നൽകുന്നു. 2026 മെയ് മാസത്തെ കണക്കനുസരിച്ച് ആന്ത്രോപിക്കിന്റെ മാസ്റ്റർ സോഫ്റ്റ്വെയർ കോഡുകളിൽ 80% എഴുതിയിരിക്കുന്നത് മനുഷ്യരല്ല, മറിച്ച് അവരുടെ മോഡലായ ക്ലോഡ് തന്നെയാണ്. ആവശ്യത്തിന് കമ്പ്യൂട്ടിംഗ് പവർ ലഭിച്ചാൽ മനുഷ്യന്റെ യാതൊരു ഇടപെടലുമില്ലാതെ സ്വന്തം പിൻഗാമിയെ സ്വയം രൂപകൽപ്പന ചെയ്യാനും വികസിപ്പിക്കാനും സാധിക്കുമെന്നതിന് വ്യക്തമായ സൂചനയാണിത്. സ്വയം കോഡ് എഴുതുമ്പോൾ വെല്ലുവിളി അതിന്റെ ശേഷി കൂട്ടലല്ല, മറിച്ച് അതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതാണെന്ന് ഫ്യൂച്ചർ ഷിഫ്റ്റ് ലാബ്സ് ഫൗണ്ടർ സാഗർ വിഷ്ണോയ് പറഞ്ഞു.